Hello everyone, welcome back to EduPlus. നമ്മൾ ഇന്ന് ഫോർത്ത് സെമ്മിലെ ജെൻഡർ ആസ് എ സോഷ്യൽ കൺസ്ട്രക്ട് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റിലെ ഒരു ചെറിയ ടോപ്പിക് ആദ്യം വരുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസസ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജെൻഡർ എന്താണെന്ന് നോക്കാം. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ, മെന്നിനെയും വിമനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ ജെൻഡർ എന്ന് പറയാം. ഇപ്പോഴത്തെ ഒരു കേസിൽ ഇത് നമ്മൾ പണ്ട് പഠിച്ച ആ ബുക്കിനെ റെഫർ ചെയ്തിട്ടാണ് മെൻ ആൻഡ് വിമൻ എന്നുള്ള രണ്ട് കാറ്റഗറീനെ മാത്രം പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിനാരിയോ വെച്ച് നോക്കുമ്പോൾ മെന്നും വിമനും മാത്രമല്ല ഉള്ളൂ. ജെൻഡർ എന്ന് പറഞ്ഞൊരു സ്പെക്ട്രം പോലെ എടുക്കാം നമുക്കതിൽ. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് തന്നെ വിചാരിക്കുന്നു. കുറേ നമ്മൾ ബൈനറി ആയിട്ട് ഈ ആണിനും പെണ്ണിനും അപ്പുറത്തേക്ക് പല രീതിയിലുള്ള ജെൻഡേഴ്സിനെയും നമ്മളിന്ന് അഡ്രസ്സ് ചെയ്യും, ഐഡൻറ്റിഫൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഏത് ജെൻഡർ എടുത്തു കഴിഞ്ഞാൽ, ആണായാലും പെണ്ണായാലും ഇനി അതിൻ്റെ അപ്പുറത്തേക്കുള്ളവരാണെങ്കിലും ഒക്കെ, ട്രാൻസ്ജെൻഡേഴ്സും അങ്ങനെ ആരായാലും സൊസൈറ്റി കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സുകളൊക്കെ വെച്ചിട്ട് കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള വിഭാഗങ്ങളെയാണ്. അപ്പോൾ ആണും പെണ്ണും ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്ത പോലെ ആണിനെയും പെണ്ണിനെയും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ജെൻഡർ ഉണ്ടായെന്ന് പറയുന്നത്. അതായത് നമ്മൾ സൊസൈറ്റി ഇപ്പോൾ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ചർച്ചയിൽ നിൽക്കുന്ന ഒരു വിഷയമാണത്. അപ്പോൾ ആണുങ്ങൾ ജോലിക്ക് പോകുന്നു, കുടുംബം നോക്കുന്നു, അങ്ങനെ ചില റോളുകൾ ആണുങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില റോളുകൾ നമ്മുടെ സമൂഹം കൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അതുപോലെ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുന്നു, കുട്ടികളുണ്ടാവുന്നു, കുട്ടികളെ നോക്കുന്നു, അടുത്ത ആ ജനറേഷനെ പ്രിപ്പയർ ചെയ്യുന്നു, വീട്ടിലിരുന്ന് വീട്ടുകാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെയുള്ള ചില രീതികളിൽ സ്ത്രീകൾക്കും ചില റോൾസും നോംസും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ സൊസൈറ്റി അങ്ങനെ ചില ഡെഫിനിഷൻസ് വെച്ചിട്ടുണ്ട്. ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഇനി ട്രാൻസ്ജെൻഡേഴ്സിനായാൽ പോലും ചില ഡെഫിനിഷൻസ് വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജെൻഡറിനെയൊക്കെ ഡിസ്ക്രൈബ് ചെയ്യുക. ഇത് ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ടും മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ അമേരിക്കയിലെ വളരെയധികം പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ പോയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളൊന്നും ഇനി ജോലിക്ക് പോകരുത്, വീട്ടിലിരുന്നാൽ മതി, വീട് അടിച്ചു തുറച്ച് വൃത്തിയാക്കി വീട്ടിൽ ചോറും കൂട്ടാൻ വെച്ച് ഇരുന്നാൽ മതി പറഞ്ഞാൽ അവിടെ അങ്ങനത്തെ ഒരു ജെൻഡർ, വിമൻ എന്നുള്ളതിന് ആ ഒരു ജെൻഡർ കൺസെപ്റ്റ് ആവില്ല ഉണ്ടാവുക. അവരുടെ റോൾ അങ്ങനെ ആവില്ല ഉണ്ടാവുക. അങ്ങനത്തെ ഒരു ആശയമല്ല അവിടുത്തെ സ്ത്രീകൾ എന്നുള്ളതിന് അവർ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടല്ല അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ കേരളത്തിൽ വളരെ നാട്ടും പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു കൺസെപ്റ്റിലാണ് സ്ത്രീകളെ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓരോ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ടും ഈ ജെൻഡറിൽ എന്ത് വരും, ചേഞ്ചസ് ഉണ്ടാവും. ജെൻഡർ നോംസും ജെൻഡർ വെച്ചിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ നോംസ് വരാം. അതേപോലെ നമ്മുടെ സൊസൈറ്റികളുടെ എത്രത്തോളം പ്രോഗ്രസീവാണ്, എന്തൊക്കെയാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നതിനനുസരിച്ചിട്ട് ഈ ജെൻഡറിൻ്റെ റോൾസൊക്കെ വ്യത്യാസം വരാം. ജെൻഡർ മാറിക്കൊണ്ടേയിരിക്കാം. ഇപ്പം തന്നെ അറിയാം, നമ്മുടെ അമ്മമാരൊന്നും അല്ലെങ്കിൽ അച്ഛന്മാരോ ഒന്നും ചെയ്തിരുന്ന കാര്യങ്ങളോ അവർ ഒരു ആണെന്ന രീതിയിലോ അല്ലെങ്കിൽ പെണ്ണെന്ന രീതിയിലോ ചെയ്യേണ്ടതായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നുമല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമ്മളാണോ അല്ലെങ്കിൽ പെണ്ണോ അവരുടെ മക്കളായിട്ടുള്ള നമ്മൾ ചെയ്യുന്നു. ഇനി നമ്മുടെ മക്കൾ വരുമ്പോൾ അതിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ചും ഓരോ സമൂഹത്തിനനുസരിച്ചിട്ടും ഈ ജെൻഡറിൻ്റെ റോളുകൾ അല്ലെങ്കിൽ ജെൻഡർ എന്താണെന്നുള്ള അതിൻ്റെ ഒരു ഡെഫിനിഷൻ മാറിക്കൊണ്ടിരിക്കും. ഇനി ഈ വേർഡ് ജെൻഡർ എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്ന ലാറ്റിൻ വേർഡായിട്ടുള്ള ജീനസ് എന്നുള്ള വേർഡിൽ നിന്നാണ്. ഇത്രയാണ് നമുക്ക് ജെൻഡർ എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഇൻട്രഡക്ഷൻ പറയാനുള്ളത്. ഇനി എന്തിനാണ് നമ്മൾ ഈ ജെൻഡറിനെ പറ്റി അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസൊക്കെ പഠിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് പറയുന്നത്. ആദ്യത്തെ പറയണത് അണ്ടർസ്റ്റാൻഡിങ് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ജീവിച്ചിരുന്നത് എങ്ങനെയാണോ, പിന്നെ അതുപോലെ നമ്മുടെ മക്കളിനി ജീവിക്കാൻ പോകുന്നത് എങ്ങനെയാണോ, ഇതിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്റ്റിൽ എന്തൊക്കെയായിരുന്നു നമ്മുടെ ജെൻഡേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പം തന്നെ അറിയാം, നമുക്ക് മുന്നേ മെനും വിമനും മാത്രമേ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അതല്ല. ഇനി ഭാവിയിലേക്ക് അതും ആവില്ലായിരിക്കും അവസ്ഥ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പാസ്റ്റിൽ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നത്, അവരുടെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഇൻജസ്റ്റിസുകൾ എന്തൊക്കെയായിരുന്നു, ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ജെൻഡർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഇതേ ഒരു വേഗതയിൽ നമ്മുടെ സൊസൈറ്റി പോയിക്കൊണ്ടിരിക്കും ണെങ്കിൽ ഭാവിയിലേക്ക് എന്തൊക്കെ ഉണ്ടാവും, ഇതൊക്കെ മനസ്സിലാക്കാൻ പഠിക്കാൻ നമ്മുടെ ജെൻഡർ സ്റ്റഡീസ് നമ്മളെ സഹായിക്കും. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷന് സഹായിക്കും. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ, ഓരോ സമൂഹത്തിലും നിലനിൽക്കുന്ന ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനും, അങ്ങനെ പഠനങ്ങൾ വരുമ്പോഴാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുക. അങ്ങനത്തെ സൊല്യൂഷൻസ് കണ്ടെത്താനും ഒക്കെ സഹായിക്കുന്നത് ഇത്തരം ജെൻഡർ സ്റ്റഡീസാണ്.
പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഡിഫറൻസസ് ആൻഡ് സിമിലാരിറ്റീസ്, ഓരോ ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസും സിമിലാരിറ്റീസും മനസ്സിലാക്കാൻ. ഇപ്പോൾ ജെൻഡറിനെ പറ്റിയിട്ടുള്ള എല്ലാ സ്റ്റഡീസും എന്ത് തരത്തിലുള്ള സ്റ്റഡീസും നടക്കുന്നത് ഈ ജെൻഡർ സ്റ്റഡീസിൻ്റെ അടിയിലാണ്. അപ്പോൾ ഈ ജെൻഡർ ഇപ്പോൾ ആണായാലും പെണ്ണായാലും അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാരാണെങ്കിലും അവരൊക്കെ തമ്മിലുള്ള ഡിഫറൻസസുകൾ എന്തൊക്കെയാണ്, സിമിലാരിറ്റീസ് എന്തൊക്കെയാണ്, അവരെങ്ങനെ നമ്മുടെ കോൺട്രിബ്യൂഷൻ, ഓരോ ജെൻഡറും നമ്മുടെ സൊസൈറ്റിക്ക് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നുണ്ട്, ഓരോരുത്തരുടെയും യുണീക്ക് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മുടെ ജെൻഡർ സ്റ്റഡീസ് സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനുകൾ നമ്മൾ പറഞ്ഞു, പാസ്റ്റിനെ പറ്റിയിട്ടൊക്കെ അറിയാൻ സഹായിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ മുൻകാലങ്ങളിൽ ജെൻഡർ എങ്ങനെയായിരുന്നു, ഓരോ ജെൻഡറിലുമുള്ള ആൾക്കാരെ എങ്ങനെയായിരുന്നു ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് വളരെ ആൻഷ്യൻ്റ് ആയിട്ടുള്ള കാലത്ത്, ഇപ്പോൾ ഒരു സൊസൈറ്റി ആയിട്ട് അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ വിമൻ എന്ന് പറയുന്നവർ വളരെയധികം റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് തന്നെയാണ് അവരെ ട്രീറ്റ് ചെയ്തിരുന്നത്. അവർക്ക് നല്ല സ്ഥാനമാനങ്ങളൊക്കെ കിട്ടിയിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നെ അതിനുശേഷം കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴാണ് അവരെ പിന്നിലോട്ട് തള്ളാനും അല്ലെങ്കിൽ അവർക്ക് വലിയൊരു പാർട്ടിസിപ്പേഷൻ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു അടുത്തൊരു പുരോഗമനപരമായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷനൊന്നുമുള്ള ചാൻസസ് ഉണ്ടായില്ല. ഇപ്പോൾ പൊളിറ്റിക്സിലായാലും ഈവൻ വോട്ട് ചെയ്യാൻ പോലുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല, ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല, മാറുമറയ്ക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല, നല്ലപോലെ വസ്ത്രം ധരിക്കാനുള്ള റൈറ്റ് ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി ചെയ്തതിനുള്ള വേതനം കിട്ടാൻ അതിൽ എന്തൊക്കെ ഡിസ്പാരിറ്റീസ് ആണ് മെന്നിനും വിമനും ബിറ്റ്വീൻ ഉണ്ടായിരുന്നത്, അവരുടെ ഇടയിൽ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്, അവരെങ്ങനെയൊക്കെയാണ് ഒരു ജെൻഡർ വിഭാഗം, ചിലപ്പോൾ സ്ത്രീകൾ മാത്രമാവില്ല, മറ്റ് ജെൻഡറിൽ പെടുന്നവരും എങ്ങനെയൊക്കെയാണ് തഴയപ്പെട്ടിരുന്നത്, എങ്ങനെയൊക്കെയാണ് പിന്നിലാക്കപ്പെട്ടിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യാനും മനസ്സിലാക്കാനൊക്കെ ജെൻഡർ സ്റ്റഡീസ് സഹായിക്കും. പിന്നെ സീക്കിംഗ് റിയൽ വേൾഡ് സൊല്യൂഷൻസ്, നമ്മളിപ്പോൾ ഈ ജെൻഡർ സ്റ്റഡീസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നത് ജെൻഡർ സ്റ്റഡീസിൻ്റെ അണ്ടറിലാണെന്ന്. അപ്പോൾ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻസിനൊക്കെ റൂട്ട് കോസ് എന്താണ് ശരിയായ കാരണം എന്ന് മനസ്സിലാക്കാനും, നമ്മൾ വിത്തിലല്ലല്ലോ വേരിൽ വളം വെക്കണ്ടേ, അതുപോലെ ആ റൂട്ട് കോസ് മനസ്സിലാക്കി അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാനൊക്കെ ഈ ജെൻഡർ സ്റ്റഡീസ് സഹായിക്കും. പിന്നെ കോംപ്രിഹെൻസീവ് അനാലിസിസ് അക്രോസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലി, സ്കൂള്, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് ഇതായിട്ടുള്ള, പിന്നെ മതം, റിലീജിയൻ, മീഡിയ, ഇതൊക്കെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പെടുന്നതാണ്. ഇപ്പോൾ ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഓരോ ജെൻഡറിനും ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും വരുന്ന റോളുകൾ എന്ത്. ഇപ്പം തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഒരു ചിത്രം, ഏത് ക്ലാസ്സിലേന്ന് എനിക്ക് ഓർമ്മയില്ല, ടെക്സ്റ്റ് ബുക്കിൽ വന്നൊരു ചിത്രം വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. നമ്മുടെ കൂടെ അടുക്കളയിൽ സഹായിക്കുന്ന അച്ഛനും മക്കളും എന്നൊക്കെയുള്ള രീതിയിൽ വന്ന ഒരു ചിത്രം. അതല്ലാണ്ട് വന്നൊരു ചിത്രവും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അമ്മ അടുക്കളപ്പണി ചെയ്യുമ്പോൾ അച്ഛൻ പുറത്തിരുന്ന് പത്രം വായിക്കുകയും അതിൽ പെൺകുട്ടി അമ്മയെ സഹായിക്കും, ആൺകുട്ടി അച്ഛനോടൊപ്പം ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഇത്. അപ്പോൾ നമ്മുടെ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇപ്പോൾ ഈ പറഞ്ഞ ചിത്രങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയുടെ റിപ്ലിക്കേഷൻസ് ആണ്. നമ്മുടെ പ്രതിബിംബങ്ങൾ തന്നെ കണ്ണാടിയിൽ കാണുന്ന പോലെ തന്നെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലായാലും സ്കൂളിലായാലും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്തിലായാലും നമ്മുടെ മതങ്ങളിലായാലും ഒക്കെ നമ്മൾ ഈ ജെൻഡേഴ്സിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഓരോ ജെൻഡറിൻ്റെയും ഓരോ റോളുകളും എന്തൊക്കെയാണ് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും അതിനെയൊക്കെ പറ്റിയിട്ടൊരു കോംപ്രിഹെൻസീവ് അനാലിസിസ് നടത്താൻ നമ്മുടെ ജെൻഡർ സ്റ്റഡീസ് സഹായിക്കും. ഇനി അടുത്ത് പറയുന്നത് സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനാണ്. ഈ സെക്സും ജെൻഡറും എപ്പോഴും മാറിപ്പോകാൻ സാധ്യതയുള്ളതാണ്. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ഡിഫറൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒന്നാണ്. പക്ഷേ ജെൻഡർ സൊസൈറ്റലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള നോംസും റൂൾസും ഒക്കെ വെച്ചിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ് ജെൻഡർ. ഇപ്പോൾ നമ്മുടെ പ്യുവർലി അനാട്ടമി ബയോളജി ബേസ്ഡ്, ഇപ്പോൾ ക്രോമസോമിനെയും ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ഓർഗൻസിനെയും ഹോർമോൺസിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. പക്ഷേ ജെൻഡർ അങ്ങനെയല്ല. കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസും റൂൾസും, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പെൺകുട്ടിയെ മിറ്റമടിച്ച് കാരണം എന്നുള്ളതാണ് പെൺകുട്ടിയുടെ ഒരു ജോലി, അത് ചെയ്യുമ്പോൾ അത് പെൺകുട്ടിയായി. അതേപോലെ പുറത്ത് പോയി ജോലി അല്ലെങ്കിൽ വണ്ടി എടുത്ത് പോയി കടയിൽ പോയി സാധനം വാങ്ങിക്കുക എന്നുള്ളത് ആൺകുട്ടിക്കുള്ളത്. അങ്ങനെ സൊസൈറ്റിയുടെ ചില എക്സ്പെക്റ്റേഷൻസും നോംസും റോൾസും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ജെൻഡറിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സെക്സിൽ പ്രധാനമായിട്ടും മെയിലും ഫീമെയിലും ആണ് വരുന്നത്. ജെൻഡറിൽ മസ്കുലൈനും ഫെമിനൈനും ആണ് വരുന്നത്. ഇനി സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് ആണ്. അത് ബയോളജിക്കലി ഡിറ്റർമിൻ ചെയ്തതാണല്ലോ. നമ്മുടെ ക്രോമസോമും നമ്മുടെ ഓർഗൻസും എക്സ്റ്റേണൽ ഇൻറ്റേർണൽ ഓർഗൻസും ഒക്കെ വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്തതാണ്. അപ്പോൾ അത് ഫിക്സഡ് ആയിരിക്കും. അത് സൊസൈറ്റി മാറുന്നതിനനുസരിച്ചിട്ട് സെക്സിലൊരു വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ അമേരിക്കയിലോ ബ്രിട്ടനിലോ ഉള്ള സെക്സ് തന്നെ ആയിരിക്കും അയാൾ ഇന്ത്യയിൽ വന്നാലും, അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് അയാളെ കാണുക. പക്ഷെ ജെൻഡർ അങ്ങനെയല്ല. ജെൻഡർ സൊസൈറ്റി മാറുന്നതിനനുസരിച്ചിട്ട് ജെൻഡറിൻ്റെ
ക്യാരക്ടറിസ്റ്റിക്സ് ജെൻഡർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാറും. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റിയിലുള്ള ജെൻഡർ കൺസെപ്റ്റുകളല്ല വളരെ താഴെ തീരെ പ്രോഗ്രസീവ് അല്ലാത്ത ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവാം. അപ്പോൾ സൊസൈറ്റിക്ക് അനുസരിച്ചിട്ട് ജെൻഡർ മാറും, പക്ഷേ സെക്സിനൊരു വ്യത്യാസം ഉണ്ടാവില്ല. സെക്സ് ബയോളജിക്കലി ഡിറ്റർമിൻഡ് ആണ്, പക്ഷേ സോഷ്യലി കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ജെൻഡർ. ഇത്രയാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുള്ളൂ. എന്താണ് ജെൻഡർ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജെൻഡർ സ്റ്റഡീസ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, പിന്നെ ജെൻഡറും സെക്സും തമ്മിലുള്ള ഡിഫറൻസസുകൾ എന്തൊക്കെയാണ്, ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് പഠിച്ചു പോകാവുന്ന, പഠിക്കും കൂടി വേണ്ട, നമുക്ക് ചർച്ച ചെയ്ത് വളരെ ലൈവായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ക്ലാസ് റൂമുകൾ വളരെ ലൈവായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ജെൻഡർ സ്റ്റഡീസ്. ഈ ജെൻഡർ എന്ന് പറയുന്ന പേപ്പർ, 4th സെമ്മിൽ പറയുന്ന പേപ്പർ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ക്ലാസ് റൂം ചർച്ചകളിലേക്കൊക്കെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചോദിക്കുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.